ഹായ് കൂട്ടുകാരെ. ഇപ്പോൾ എൻ്റെ വർക്ക് ആർട്ട് വർക്കാണെന്ന് അറിയാമല്ലോ, എല്ലാവർക്കും ഇപ്പോൾ അറിയാം, ഒരുവിധമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ചിത്രം വരെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള തൊഴിൽ. പിന്നെ കൂട്ടത്തിൽ പെയിൻറ്റിങ്ങും ഉണ്ട്, അത്യാവശ്യം പെയിൻറ്റിങ്ങിനും പോകും. അപ്പോൾ ഒരു വർക്ക് എനിക്ക് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞ ഞാൻ തനിച്ചറിഞ്ഞാണ് വർക്ക് ചെയ്യാറുള്ളത്. കാരണം ഈ ആർട്ട് വർക്ക് എന്ന് പറയണത് എല്ലാവരെയും കൂടി കൊണ്ടുപോയി വർക്ക് ചെയ്ത് നമ്മുടെ പെയിൻറ്റേഴ്സിന് മാത്രം കൊണ്ടുപോയി നമ്മുടെ കൂട്ടത്തിൽ നിർത്താൻ പറ്റില്ല. ഇതിനോട് വരക്കാൻ കഴിവുള്ളവരെ മാത്രമേ നമ്മുടെ കൂട്ടത്തിൽ നിർത്താൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വർക്ക് തീരത്തില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ വർക്കും ചെയ്യണം, അത് തീരത്തില്ല. അപ്പോൾ ഇതിനോട് വാസനയുള്ളവർക്ക് വരക്കാൻ ഒരുവിധം കഴിവുള്ളവരെ മാത്രമേ നമുക്ക് ഈ ആർട്ട് വർക്കിനായി കൊണ്ടുപോകാൻ ഒരു സഹായിയായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കിട്ടാനും പാടാണ്. കാരണം വെച്ചാൽ അപൂർവം കുറേ ഉള്ളവർക്കൊക്കെ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അവർക്ക് നല്ല വർക്കായിരിക്കും. ഈ മേഖലയിൽ അങ്ങനെയാണ്. വളരെ ആൾക്കാർ കുറച്ചേ ഉള്ളതുകൊണ്ട് ആ ഉള്ളവർക്കൊക്കെ നല്ല വർക്കുണ്ടാകും. അപ്പം അങ്ങനെ ഒരു വർക്ക് എനിക്ക് വന്നപ്പോൾ ചെയ്താൽ തീരിയല എന്നൊരു കണ്ടീഷൻ വന്നു. കാരണം ഓണേഴ്സ് പറഞ്ഞ ടൈമിൽ നമുക്ക് തീർത്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചിട്ട് ഓടി നടന്ന് ചെയ്താലും തീരിയലത്ത് എത്ര വർക്കുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മകൻ വന്നേക്കും പറഞ്ഞു, അച്ഛൻ ഞാൻ വരാമെന്ന് പറഞ്ഞു, അച്ഛൻ സഹായിക്കും, ഞാൻ വരാമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു അവസ്ഥയാണ്. കാരണം ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആർക്കും, കാരണം ഇവന് അല്പം വാസനയൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ചെറിയ കഴിവൊക്കെ അവന് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വർക്കിനൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല. കൊണ്ടുപോകാറ് ഇല്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ മുഷിഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ എന്നുള്ള ഇപ്പോഴത്തെ തലമുറകൾ ആരും ചെയ്യുന്നില്ല. അപ്പോൾ അവരെന്തിനാണ് കൊണ്ട് മുഷിപ്പിക്കണം എന്നുള്ള വിചാരിച്ച് ഞാൻ വിളിക്കാറുമില്ല. അവൻ അവൻ്റേതായ ജോലിക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല, അവരോട് പറയാറുമില്ല. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ പുള്ളിക്കാരൻ തോന്നി, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല, പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെ പറയുകയാണ് ചെയ്ത്, അച്ഛാ ഞാനും വരാം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ കൊണ്ടുപോയി വർക്ക് ചെയ്യിച്ച് ആ വർക്കൊന്ന് കാണാം. അങ്ങനെ വർക്ക് രാവിലെ തന്നെ ഞങ്ങൾ തുടങ്ങും. അതായത് അവൻ കൂടെ വന്നപ്പോഴെന്ന് പറഞ്ഞപ്പോൾ വർക്കിനൊരു ഉഷാറായി നല്ല. ഏകദേശം ഞങ്ങളൊരു രാവിലെ 6-7 മണിയൊക്കെ ആകുമ്പോൾ, 6:30 എത്തും. 7 മണിയാകുമ്പോൾ ഞങ്ങൾ പെയിൻ്റൊക്കെ എടുത്ത് വെച്ച് തുടങ്ങുമ്പോൾ 7 മണിയൊക്കെ ആവും, രാവിലെ 7 മണിയാവും. പിന്നെ ഇതൊരു കോൺട്രാക്ട് വർക്ക് ആയതുകൊണ്ട് നമ്മൾ സമയം നോക്കാറില്ല. നമ്മൾ വർക്ക് തീർക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള നല്ല സ്പീഡ് വർക്കിൽ അങ്ങനെ പോകും. അപ്പോൾ ഇടയ്ക്ക് അവൻ അറിയാതെ തന്നെയാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് പല വീഡിയോകളും ഞാൻ എടുത്തത് അവനറിയാതെയാണ്. ചില വീഡിയോകൾക്കൊക്കെ പുള്ളി അറിഞ്ഞിട്ടുമുണ്ട്. എന്നാലും മിക്ക വീഡിയോകളും ഞാൻ അവനറിയാതെ ഷൂട്ട് ചെയ്തതാണ്. അതൊന്നും പുള്ളിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഈ അങ്ങനെയാണല്ലോ, കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, അവർക്ക് ഈ വീഡിയോ എടുക്കണമെന്നും ചിലർക്കൊന്നും ഇഷ്ടമല്ല. എന്തായാലും ആ പറഞ്ഞ ടൈമിന് ആ വർക്ക് തീർത്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം. ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. അച്ഛനൊരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സഹായം വേണ്ട സമയത്ത് മക്കൾ കൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അവനത് അതുപോലെ അറിഞ്ഞവൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലായൊരു കാര്യം.